ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ കിടക്കുന്നതായിരുന്നോ പൊന്നു? ഇപ്പോഴാ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടക്കുന്നതായിരുന്നു AC റൂമിൽ. അപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തുവാ ചെയ്യണേ പൊന്നു? എന്താണ് ചെയ്യണേ? ഓ അമ്മയ്ക്ക് അടുക്കാനും ഒതുക്കാനൊക്കെ ഉണ്ട്. ഓ ഓ ഓ ഓ ഓ ഓ പറയാൻ പോണാ ഡാഡിയെ കൊണ്ടാക്കാൻ പോണാ? ഈ മഴയാണല്ലോ പൊന്നു. ചെളിയൊന്നും ചവിട്ടി വരരുത് കേട്ടോ. പൊന്നിനുള്ള ഫുഡൊക്കെ ആയി, എല്ലാവരുടെയും ഫുഡായി. ഇനി മമ്മിക്ക് അടുക്കി ഒതുക്കണം, ഗ്യാസ് തുടക്കണം, ഒത്തിരി പണികളുണ്ട്. ഓടിക്കൊണ്ടൊന്ന് ആക്കിയിട്ട് വാ. ഓ ഒരക്കല്ലേ, ഒരച്ചൊരച്ചു. ഇത് എന്തുവാ ഇത്? ഈ ഡാഡിയുടെ പിറകെ നടക്കുന്ന കേട്ടോ. പോവാനാണ്. അമ്മ പറയാൻ കൊണ്ടുപോകാൻ എന്നോട് വന്ന് പറയുന്നതാണ്. കൊണ്ടുപോകുന്നു. കൊണ്ടുപോകും കേട്ടാ ഡാഡി, കേട്ടാ പൊന്നു. പിറകെ ഇങ്ങനെ നടക്കാം. എൻ്റെ പൊന്നു മോൻ വാ ഇവിടെ വന്നേ. ഇത് എന്നെ എൻ്റെ ഇങ്ങനെ പോന്നേ. ഒച്ച സന്തോഷമായി. ഒന്ന് ഓടിയേ അങ്ങോട്ട്. എല്ലാവരും കാണണ്ട, മോൻ്റെ ഫാൻസൊക്കെ കാണട്ടെ. അങ്ങോട്ട് ഓടിയേ. ഓട്ട സന്തോഷം. ഓടുന്നു. ഞാൻ ഓടാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഓടുന്നു. എൻ്റെ അമ്മ കണ്ട് എല്ലാവരും കണ്ട് അവിടെ ചേച്ചി പൂട്ടി കിടക്കുന്നല്ലേ പൊന്നു. നീ ഇത് ഇവിടെ ഓടിയേ. ഓട്ടം കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. മഴയുണ്ട്. അധികം പുറത്തേക്കൊന്നും പോയി ചെളി ചവിട്ടരുത്. അമ്മയ്ക്ക് പണിയുണ്ടാക്കരുത് കേട്ടാ. ഡാഡിയിലൂടെ പോയി അവിടെ നിന്ന് മുള്ളിയിട്ട് ഓടി ഡാഡിയെ കൊണ്ടാക്കിയിട്ട് ബൈ പറഞ്ഞിട്ട് വരണം കേട്ടാ. ബൈ പറഞ്ഞിട്ട് വരണം കേട്ടാ. എല്ലാം അറിയാം എൻ്റെ ചക്കരക്കുട്ടന്. ഏത് ഭാഷയും അറിയാം. ശരി പൊക്കോ, പോയിട്ട് വാ. അതേ ഡാഡി വിളിക്കുന്നുണ്ട്, പോയിട്ട് വാ. ഓ കുറച്ച് തടവണം, എന്നിട്ട് പോകണം. പോയിട്ട് വാ കേട്ടാ. അച്ചോ ഓ അയ്യോ നമ്മുടെ രാജകുമാരൻ. ഓ ഇനി ഒരു നോട്ടം ഉണ്ട് കേട്ടോ. കണ്ടോളൂ, നോട്ടം കണ്ടോളൂ. എന്നോട് തിരിഞ്ഞ് ഒരു നോട്ടമുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ മമ്മി. പൊക്കോട്ടാ. ശരി കൊണ്ടാക്കിയിട്ട് വാ. ഒരുപാട് മഴയത്ത് ഇറങ്ങണ്ട, തല നനയ്ക്കണ്ട, ചെളിയാകും അവിടെയൊക്കെ നനഞ്ഞ്. പോയിട്ട് വാ ഓടി വാ. മഴയുണ്ട്. അങ്ങനെ ആലോചിക്കണം, പോണോ വേണ്ടേ. അവിടെ ചെന്ന് നിൽക്കുന്നു, പോണോ വേണ്ടേ ആലോചിക്കുന്നു. ടിഷ്യൂ പേപ്പറേ എടുത്തു വെക്കട്ടെ. കാല് കൊടുക്കട്ടെ. നിൽക്ക മാമി. കാല് കൊടുക്കട്ടെ. കൈയും കാലൊക്കെ തന്നേ. അവിടെ നനഞ്ഞിട്ടില്ലേ പൊന്നോ? അതോടെയൊക്കെ ബെഡിൽ കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. തന്നെ നോക്കട്ടെ. കാലൊക്കെ നോക്കട്ടെ മാമ. കാലൊക്കെ നോക്കട്ടെ. വിട്ട പോയാച്ചാ? ഡാഡ പോയാ? മഴയുണ്ടല്ലേ, അതുകൊണ്ട് അധികം പുറത്തേക്ക് ഇറങ്ങിയില്ല. പൊന്നോ ഇങ്ങോട്ട് നോക്കി. ഇപ്പം തരാട്ട ഫുഡ്. എനിക്ക് കുറച്ച് പണി വന്ന് ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ട് വരാട്ട. മോൻ്റെ ടൈമായി വരുന്നത്. ഓ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ പൊന്നു. ഹായ് തന്നെ പൊന്നു. എല്ലാവർക്കും ഒരു ഹായ്. മോൻ്റെ ഫാൻസിന്, ആൻറ്റിക്ക്, അങ്കിൾമാർക്കും ഒക്കെ ഒരു ഹായ് കൊടുത്തേ. ഈ കൈ കൊണ്ട് പൊന്നുവേ ഹായ് തന്നെ. നമ്മുടെ പൊന്നുമോൻ. ഗുഡ് ബോയ് വാ. ഗുഡ് ബോയ് ഹാൻസം ബോയ്. തന്നെ ചോച്ചു. എല്ലാവർക്കും ഹായ്. എൻ്റെ മോന് ഹായ് തരുന്നുണ്ടോ ഫ്രണ്ട്സ്? തന്നോ. നല്ല കുട്ടിയാണ് കേട്ടാ. തരൂ ഹായ്. അയ്യോ ദേഷ്യത്തിൽ പെട്ടെന്ന് തന്നിട്ട് വിട്ടു കേട്ടോ. എന്തൊരു മോനാണിത്. ദേഷ്യത്തിൽ പെട്ടെന്ന് തന്നിട്ട് വിട്ടോ കള്ളക്കൂട്ടൻ. എല്ലാവർക്കും ഹായ് തന്നെ. ഹായ്. ഈ കൈയുണ്ട് തന്നെ. ഈ കൈയുണ്ട് ഹായ് കൊടുത്തേ. ഹായ് ഫ്രണ്ട്സ്. എൻ്റെ മോൻ്റെ സ്കൂബ് മോൻ്റെ നല്ല ഹായ് കേട്ടോ. ഈ കൊണ്ട് ഹായ്. വെരി ഗുഡ് ബോയ്. മമ്മി ചെലി ഹാൻസം ഗുഡ് ബോയ്, ബ്രില്യൻറ്റ് ബോയ് ആണ് കേട്ടോ. ഒരു ഉമ്മൻ്റെ കൂടെ ഒച്ചോടോ. ഉമ്മച്ചി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, മസാജ് ചെയ്യണം, ചൂടുവെള്ളത്തിൽ മസാജ് ചെയ്യണം, പൗഡർ ഇടണം,
സ്പ്രേ അടിക്കണം. ഇനി ഇത് എന്തൊക്കെ ചെയ്യേണ്ട മോനെ ശുന്നരനാക്കണ്ടേ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ബിസ്ക്കറ്റൊന്നും കഴിക്കുന്നില്ല. ഗ്യാസിൻ്റെ ഗുളികയൊക്കെ ഞാനൊന്ന് കൊടുത്തു കേട്ടോ ഗൈസ്. ഒരു ദിവസം ഞാൻ പരിപ്പും ക്യാരറ്റും ബീൻസൊക്കെ കൂടെ ഇട്ട് കൊടുത്ത പിന്നെയാണ് അവൻ അത് ഡെയിലിയൊക്കെ കൊടുക്കുന്ന ഫുഡാണ്. എന്തോ ചില സമയം വയറ്റിന് ഗ്യാസായിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഗ്യാസിൻ്റെ ഗുളിക കൊടുത്തേക്കാൻ. AC പോയി കിടക്കാം. മമ്മി കുറച്ച് നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. പോക്കോ, AC പോയി കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പലരും ചെയ്യുന്നതാണ് കേട്ടോ. ചെയ്യുന്നെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മളൊക്കെ ഫ്ലാറ്റിൽ ഇവിടെ കൽക്കട്ടയിൽ താഴെയൊന്നും വെച്ച് മീൻ പുറത്തൊന്നും വെച്ച് വെട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വാഷ് ബേസിന് തന്നെ മീൻ വെട്ടണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മീനില്ല കേട്ടോ, ഫ്രിഡ്ജിലൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ മീൻ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈക്ക് സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കയ്യിൽ നാരങ്ങ കൊണ്ടൊന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി, മീൻ വെട്ടിയതിന് ശേഷം കേട്ടോ, കഴുകിയിട്ട് ഇങ്ങനെ കഴുകിയിട്ട് കൈ രണ്ടും കഴുകുമ്പോൾ മീനിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്ന് വീണ് പോയി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈ കഴുകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കൈക്ക് മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കേട്ടോ, കൈക്ക് നാരങ്ങ കൊണ്ട് അപ്പം തന്നെ കഴുകണം. നമ്മൾ മീൻ വെട്ടുമ്പോൾ തന്നെ ഒരു ഇച്ചിരി നാരങ്ങ വെച്ചേക്കണം. അപ്പോൾ മീൻ കൈക്ക് മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അത് കഴിഞ്ഞാലുണ്ടല്ലോ, വാഷ് ബേസിനൊക്കെ ഒരു ചെറിയ സ്മെല്ലുണ്ടാവും അല്ലേ, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. മീനൊക്കെ വെട്ടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇങ്ങനെ ഹോളും അടുക്കളയും ഒന്നിച്ചിരിക്കുന്നവർക്കോ, അടുക്കളയിൽ വരുമ്പോൾ തന്നെ മീനിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്പം തന്നെ നാരങ്ങ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വാഷ് ബേസിൻ്റെ ഇവിടെ 4 വശത്തും അതിൻ്റെ അകത്തും. അപ്പം ഈ നാരങ്ങ ഉള്ളവർ ചെയ്യുക, ഇല്ലാത്തവർ ഈ നാരങ്ങ പിഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ നാരങ്ങ കൊണ്ടിട്ട് ഈ വാഷ് ബേസിനൊക്കെ. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഇത് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും ബിഗിനേഴ്സൊക്കെ ഉണ്ട്, ഇത് അറിയാത്തവർ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ നാരങ്ങ കൊണ്ട് കഴുകണം. കഴുകിയിട്ട് വാഷ് ബേസിനൊക്കെ മീൻ എടുത്താൽ അപ്പം തന്നെ കഴുകണം. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കൽക്കട്ടയിൽ പുറത്തൊന്നും വെച്ച് മീൻ വെട്ടാനോ ഒന്നും പറ്റൂല കേട്ടോ. താഴത്തെ ഫ്ലാറ്റിലായാലും പറ്റൂല, എല്ലാം വാഷ് ബേസിലാണ്. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കഴുകിയിട്ട് ഒരു ഉണക്ക തുണി കൊണ്ട് കേട്ടോ കഴുകിയിട്ട് വെള്ളം വെച്ച് തുടച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ കഴുകിയെല്ലാം ഉണക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ് ബേസിനൊക്കെ ഇങ്ങനെ തുടച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിക്കനും ചിലവർ ഇറച്ചിയൊക്കെ എടുക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ വാഷ് ബേസിനൊക്കെ എടുക്കുന്നുള്ളവർ അപ്പം തന്നെ ഇതുപോലെ നാരങ്ങ കൊണ്ട് 4 വശവും കഴുകിയിട്ട് ഇതുപോലെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയ്ക്കോ വീടിനോ സ്മെല്ല് വരില്ല. അപ്പോൾ നാരങ്ങ ഇതുപോലെ ഫുള്ള് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വാഷ് ബേസിനൊക്കെ കഴുകാൻ വേണ്ടി നമ്മൾ നാരങ്ങ പിഴിയുമ്പോൾ പിഴിഞ്ഞ നാരങ്ങയുടെ തൊലി കളയില്ല കേട്ടോ. ഞാൻ ചെറിയ ഇത് കണ്ടോ, ചെറിയ പാത്രത്തിലിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്തിനെന്നറിയാമോ, ഇതുപോലെ വാഷ് ബേസിനൊക്കെ കഴുകാനൊക്കെ ചിലപ്പോൾ നമുക്ക് ബൈ ചാൻസ് നാരങ്ങ ഇല്ലെങ്കിലും നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാൻ വരണ്ട. ഇതുപോലെ ഞാൻ പാത്രത്തിൽ പിഴിഞ്ഞതിന് ശേഷം വച്ചേക്കും. കാരണം എന്താണെന്നറിയാമോ, ഇടയ്ക്കൊക്കെ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ ഒന്ന് നാരങ്ങ അതിൻ്റെ അകത്തിട്ട് തുറക്കുമ്പോൾ ഫ്രിഡ്ജിന് നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞതേ ഉള്ളൂ. ഇത് പല വീടുകളിലും എല്ലാവരും ചെയ്യുന്നതാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മീനൊക്കെ നമ്മൾ മീനും മാംസമൊക്കെ എടുത്താൽ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സൈഡൊക്കെ ഒന്ന് എവിടെ നമ്മൾ 1 റൂമാവട്ടെ 2 റൂമാവട്ടെ എന്ത് റൂമാവട്ടെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ അത്ര അധികം സ്മെല്ലും ഒന്നും വരില്ല. അപ്പം തന്നെ കൈക്കും സ്മെല്ല് വരില്ല. നമ്മൾ മീനും ഇറച്ചിയൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ ചെയ്യും. ഞാൻ അപ്പം തന്നെ ചെയ്യും. കാരണം ഞാൻ വെജിറ്റബിൾ ആയതുകൊണ്ട് മക്കൾക്കൊക്കെ വെക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ആ ഗ്ലാസ്സിൽ മീനിൻ്റെ മണമൊന്നും വരാതിരിക്കണം. അപ്പോൾ നമ്മൾ ആ കൈ കൊണ്ട്
തൊട്ട് കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ മീനിൻ്റെ മണം വരും. അപ്പോൾ ഇതുപോലെ നാരങ്ങ കൊണ്ടിട്ട് കഴുകുക. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നാരങ്ങ ഞാനിത് കണ്ടോ തൊലിയൊക്കെ എടുത്ത് വെക്കും. എന്തിനെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള അത്യാവശ്യങ്ങൾ വരും. അതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് വെക്കും. എന്നിട്ട് നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് തുടയ്ക്കുക. അപ്പോൾ വീടുകളിൽ മണമൊന്നും ഉണ്ടാവില്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. പിന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യില്ലേ, അപ്പോൾ എനിക്ക് കൊടിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, കൊടിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ സരസി എന്ന് പറയും കേട്ടോ. ഞാൻ 2 എണ്ണേ പുറത്തേക്ക് വെക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും തന്നെ ഫോണൊന്ന് താഴെ വീണ് പോയി കേട്ടോ. ഈ സ്റ്റാൻഡ് ശരിയല്ല, അതാണ് ഈ താഴെ വീഴുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു 3-4 സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡ് ശരിയല്ല കേട്ടോ. അപ്പോൾ ഒരു 3-4 സ്റ്റാൻഡ് ഉണ്ട്. ഒന്നും ശരിയല്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. നമ്മൾ പൊടിലുകൾ എപ്പോഴും ചീനച്ചട്ടിയിലൊക്കെ പിടിച്ചിട്ടാണല്ലോ, ഇതുപോലെ പിടിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മൾ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഇതുപോലെ പിടിച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, എപ്പോഴും നമ്മുടെ ചീനച്ചട്ടിയിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ചിലവരിങ്ങനെ അങ്ങ് വച്ചിട്ട് പോകും കേട്ടോ. അങ്ങനെ വച്ചിട്ട് പോകരുത്. അങ്ങനെ വച്ചിട്ട് പോകുമ്പോൾ പാറ്റകളും ഇൻസെക്ട്സ് ഒക്കെ വരും. അപ്പോഴാണ് നമ്മുടെ അടുക്കളയിലൊക്കെ ഇൻസെക്ട്സ് ഒക്കെ കൂടുന്നത്, ഉറുമ്പുകളും. അങ്ങനെ ഇപ്പോൾ മധുര സാധനങ്ങളാണെങ്കിൽ ഉറുമ്പുകൾ വന്ന് കൂടും. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഭക്ഷണ പാചകം കഴിയുമ്പോൾ പൊടിയിലെപ്പോഴും ഈ ഭാഗമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. ഇപ്പം ഞാൻ 2 പൊടിയിലാണ് പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 പൊടിയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മളൊന്ന് കഴുകി വെച്ചേക്കണം. ഇതൊക്കെ ഇപ്പം ഞാൻ കുക്കിംഗ് കഴിഞ്ഞപ്പോൾ ഞാനിത് ദീപക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് കഴിഞ്ഞപ്പോൾ ഞാനത് അപ്പം ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കഴുകി വെക്കുക. ഇത് കണ്ടോ, ഇതിങ്ങനെ കഴുകി ഇതിൻ്റെ അകത്തുള്ളതൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ പലതും വന്ന് കടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് അപ്പം തന്നെ ഒന്ന് സോപ്പ് വേണമെന്നുമില്ല, പക്ഷേ സ്കോച്ച് പോയിട്ടിട്ട് നിങ്ങൾ കഴുകി ഇതങ്ങോട്ട്. ഇത് 2ാമത്തത് കേട്ടോ. 3ാമത്തത് കാണിച്ചു തരാം. 3ാമത്തത് നമ്മൾ വിനാഗർ. ഇത് കണ്ടോ, വിനാഗർ കണ്ടല്ലോ. ഈ വിനാഗർ കൊണ്ടിട്ട് നമ്മൾ അച്ചാറിൽ ഒഴിക്കാറുണ്ട്, എല്ലാം ഒഴിക്കാറുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതിനൊന്നും അധികം വിലയില്ലല്ലോ. അപ്പോൾ നമ്മളെ ഈ പൈപ്പൊക്കെ, ബാത്റൂമിൻ്റെ പൈപ്പ്, ഈ പൈപ്പൊക്കെ മാസത്തിലൊരിക്കയോ 2 ആഴ്ച കൂടുമ്പോഴോ ഈ വിനാഗിരി ഇട്ടിട്ട് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വിനാഗിരി ഇത് നമ്മൾ ഉണങ്ങിയ തുണിയിലേക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ്, ഒന്ന് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പൈപ്പ് ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഇങ്ങനെ പിടിക്കുക. കണ്ടോ, അപ്പോൾ നല്ല വെളുത്ത് കിട്ടും കേട്ടോ. നമുക്ക് ഒന്നും അങ്ങനെ പിന്നെ എന്നിരുന്നാലും പണികൾ ചെയ്യുമ്പോൾ ഒന്ന് വെള്ളവും സോപ്പും ഒക്കെ വെച്ച് കഴുകണമെങ്കിലും ഇത് കണ്ടോ, ഇങ്ങനെ തുടയ്ക്കുക. നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് അതേ കാണിച്ചു തരാം. വിനാഗിരി ഇങ്ങനെ എൻ്റെ ഒരു കയ്യിൽ വീടി ആയതുകൊണ്ടാണ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടയ്ക്കുക. വേണ്ട, ഈ പൈപ്പൊക്കെ ഇങ്ങനെ ഒന്ന് തുടയ്ക്കുക. ഇത് ഞാൻ പിടിക്കുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൻ്റെയാണ്. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ലീക്കായി കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ അതെൻ്റെ ഹസ്ബൻഡ് മന ചെയ്തിരിക്കണം, അതിൻ്റെ വൃത്തി ചെയ്ത് അതൊന്നും ലൂസാക്കരുതെന്ന്. പിന്നെ ആൾക്കാരെ വിളിച്ചാലും പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ഉണക്കത്തുണി കൊണ്ട്, നമ്മൾ ഉണക്കത്തുണി കൊണ്ടാണ് തുടക്കുന്നത്, അതുപോലെ ഒന്ന് തുടയ്ക്കുക. കണ്ടോ, ഇത് നമ്മൾ പല്ല് തേക്കുന്നതൊക്കെ വാഷ് ബേസിനാണ്. പിന്നെ ബാത്റൂമിലും ഉണ്ട്, 3 ബാത്റൂമിൽ 3 വാഷ് ബേസിനുണ്ട്. അപ്പോൾ അവിടെയും പൈപ്പുകളൊക്കെ ഉണ്ട്. ബാത്റൂമിലെ പൈപ്പുകളും ഇതുപോലെ മാസത്തിലൊരിക്കൽ ചെയ്യുമ്പോൾ പൈപ്പുകളൊക്കെ നല്ല ഫ്രഷ്, നല്ല പള ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടോ, വിനാഗിരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഉണങ്ങിയ തുണിയിൽ വിനാഗിരി ഒഴിച്ചിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്തു കഴിയുമ്പോൾ പൈപ്പൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോഴോ ഒരാഴ്ചയിൽ ഒരിക്കലോ ചെയ്യണം. ബാത്റൂമിലെ പൈപ്പുകളൊക്കെ മാസത്തിൽ ഒരിക്കൽ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ
വിനാഗിരി കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖവും കൈയും ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്നില്ലേ, അതുപോലെ നമ്മൾ അടുക്കളകൾ കിച്ചനും വാഷ് ബേസിനൊക്കെ ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കുക. കണ്ടോ, പൈപ്പ് മാത്രം കേട്ടോ, തുടയ്ക്കുക. അപ്പോൾ നല്ല വൃത്തി. ഇതുപോലെ തന്നെ ബാത്റൂമിലെ പൈപ്പുകളെല്ലാം ഞാൻ തുടയ്ക്കും കേട്ടോ. ബാത്റൂമിലെ പൈപ്പുകളെന്ന് പറയുമ്പോൾ 3-4 കൂടിയ പൈപ്പുകളല്ലേ, ഇതൊക്കെ ഞാൻ പതുക്കെ ഇരുന്ന് തുടയ്ക്കും. പതുക്കെ നമ്മൾ പേഷ്യൻസ് കൊടുത്ത് തുടക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ പൈപ്പൊക്കെ ലീക്കായി പോയാൽ പെട്ടെന്ന് മേസ്തിരിമാരെ വിളിച്ചാലും കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിനാഗിരി കൊണ്ട് ഇങ്ങനെയും ഉണ്ട് കേട്ടോ ഒരു ആനുകൂല്യം. ഇത് കണ്ടോ, വിനാഗിരി കൊണ്ട് ഇങ്ങനെയും ഉണ്ട്. അപ്പോൾ എനിക്ക് വിനാഗിരി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചിലവാകുന്ന, ഭക്ഷണത്തിനല്ലാതെ ബാത്റൂമിന് തന്നെ ബാത്റൂമിലെ പൈപ്പും ഇതുപോലെയൊക്കെ ഞാൻ തുടക്കും. അങ്ങനെ പിന്നത്തത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അവിടെയൊക്കെ ഡെയിലി ഇങ്ങനെ ഓടിച്ചാൽ നമുക്ക് അധികം പണി വരുന്നില്ല കേട്ടോ. ഡെയിലി ഒരു 2 മിനിറ്റൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വെളുത്തൊക്കെ ഇരിക്കും. നമുക്ക് അപ്പപ്പോൾ ചെയ്യുമ്പോൾ അപ്പപ്പോൾ എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പണിയൊന്നും വരുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഡെയിലി വീടുകളിൽ ചെയ്യുന്നതാണെങ്കിലും ചെയ്യാത്തവരുണ്ട്, അറിഞ്ഞൂടാത്തവർ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അത് നമ്മൾ ഒരു റൂമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും എല്ലാം. അപ്പോൾ എന്താ കുറേയേറെ ഇൻസെക്ട്സുകൾ ഒഴിവാകും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഗ്യാസ് ഇല്ലേ, നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ 4 നേരവും ഗ്യാസിൽ വെക്കുന്നവരുണ്ട്, കുറച്ച് ഭക്ഷണം വെക്കുന്നവരുണ്ട്, കൂടുതൽ ഭക്ഷണം വെക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണെന്നറിയാമോ, നമുക്ക് ഗ്യാസിനൊന്നും വേറെ മരുന്നൊന്നും മേടിച്ച് കഴുകുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട വെളുപ്പിക്കാൻ. ഡെയിലി ഗ്യാസ് കംസേ കം 1 നേരമെങ്കിലും രാത്രിയെങ്കിലും ഒന്ന് കഴുകണം. മനസ്സിലായോ? കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് എപ്പോഴും ക്ലീനായിട്ടിരുന്നോളും. ഞാൻ 2 നേരമൊക്കെ കഴുകുന്നത്. അപ്പോൾ വീട്ടിലില്ലാത്തവർ, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ രാത്രി വന്നിട്ടായിരിക്കും ഭക്ഷണം വെക്കുന്നത്. അപ്പോൾ രാത്രി നമ്മൾ അരമണിക്കൂർ ഇതിന് വേണ്ടി ചിലവിട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം ക്ലീനായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റാക്ക് എടുക്കാം, ഇതിൻ്റെ ബർണർ എടുത്ത് കഴുകാം, ഇതിൻ്റെ പ്ലേറ്റുകൾ എടുത്ത് കഴുകാം ഇല്ലേ. അപ്പോൾ ഇത് ചെയ്യേണ്ട, മെഡിസിൻ ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഡെയിലി ഒന്ന് ഏരിയയിൽ വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ബീം ലിക്വിഡ് കണ്ടല്ലോ, ബീം ലിക്വിഡ് അത് വെച്ചോ, ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ സോപ്പ് പൊടി കൈ അലർജി ആണെന്നുള്ളവർ ഈ ബീം ലിക്വിഡ് നമ്മൾ പാത്രം ഒന്ന് ഇങ്ങനെ വെച്ച് ഡെയിലി തുടച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്കിത് നല്ലതായിട്ടിരിക്കും. അപ്പോൾ എന്താണെന്നറിയാമോ, നമ്മളിത് വച്ച് കൂട്ടി ഇങ്ങനെ കഴിഞ്ഞിരുന്നാലുണ്ടല്ലോ ഗ്യാസൊക്കെ ഗം പോലെ, അതൊരു അട്ട പോലെ ഒരു ഒട്ടിപ്പിടിക്കലും ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണി കൂടുതൽ വരും. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കാൻ പോയാൽ പണി കൂടുതൽ വരും. നമ്മൾ എത്ര സമയം ഇല്ലെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയൊക്കെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ നല്ലതായിട്ടിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ എടുത്ത് കഴുകാമെന്നുള്ള സാധനം. അപ്പോൾ ഇതെടുത്ത് കഴുകുമ്പോൾ നിങ്ങൾ എടുത്ത് കഴുകിയതിന് ശേഷം വെള്ളത്തോട് വെക്കരുത് കേട്ടോ. നമ്മളൊരു ഉണങ്ങിയ തുണി കൊണ്ട് ഈ ട്രാക്കൊക്കെ ഒന്ന് കഴുകി, ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഫാനിട്ടൊന്ന് ഉണക്കും. ഫാനില്ലാത്ത ഒന്ന് ഉണങ്ങിയ തുണി ഇട്ടിട്ട് ഒന്ന് തുടച്ചിട്ട് വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ തുരുമ്പ് ഇരുമ്പ് ഇതൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഡെയിലി ബർണറൊക്കെ എടുത്തൂരി കഴുകാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഗ്യാസ് തുടക്കുമ്പോൾ ഇതിൻ്റെ സൈഡ്, ഈ സൈഡൊക്കെ ഒന്ന് തുടക്കണം. പിന്നെ നമ്മൾ തുടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ടൈൽസൊക്കെ ഒന്ന് തുടയ്ക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇത് ചെയ്യുമെന്നൊന്നും എനിക്കറിയാൻ, ചെയ്യാത്തവരുണ്ട് കേട്ടോ. ഈ ബിഗിനേഴ്സൊക്കെ കൊച്ചു പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാതെ വരും, അവരൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ സർവീസിന് പോകുന്നുള്ളവരാണെങ്കിലും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി അരമണിക്കൂർ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ കുട്ടികൾ ഇപ്പോൾ 10 മണിക്ക് കിടക്കുന്നവർ 10:30 കിടന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആവും കേട്ടോ. അതുപോലെ നമ്മൾ ഗ്യാസ് തുടക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ തുടക്കണം. ഇതിൻ്റെ അടിയിൽ എന്തിനാണ് തുടക്കണം എന്നറിയാമോ, നമ്മൾ പാല് കാച്ചുമ്പോഴും കഞ്ഞി വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിൽ. അപ്പോൾ പലരും എന്തെന്ന് പറയുമ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ തുടച്ചിട്ട് പോകും, അടി തുടക്കൂല. അപ്പോൾ അടി തുടക്കണം കേട്ടോ. തുടക്കുമ്പോൾ എന്തോ ഇത് കണ്ടോ നല്ലതായിട്ടിരിക്കുക. അപ്പോൾ എന്താ പാറ്റകൾ
പിന്നെ അങ്ങനത്തുള്ള ഉറുമ്പ് അങ്ങനത്തെ ഇൻസെക്ട്സ് ഒന്നും വരില്ല. നമ്മൾ ഉള്ളത് തുടച്ച് ഇങ്ങോട്ട് എടുത്താൽ മതി. ഒരു വെള്ളം പാത്രത്തിൽ വെച്ചിട്ട് തുടച്ച് ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ എല്ലാം നല്ലതായിട്ടിരിക്കും. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ അറിയിപ്പുള്ള എല്ലാ വീടുകളിലും അത് ചെയ്യും. ചില പണിക്കാരൊന്നും നമ്മുടെ വീട്ടിൽ അതൊന്നും ആരും ചെയ്യില്ല. എല്ലാം ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. അവരവരുടെ പണി കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ. ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്. 2 നേരം തുടങ്ങി. ഇപ്പം ഞാൻ രാവിലെ പെട്ടെന്ന് ദീപക്കില്ലാത്തതുകൊണ്ട് ഫുഡൊക്കെ വെച്ചു. രാവിലെ ഇതൊക്കെ തുടച്ചു. അത് കഴിഞ്ഞ് കുളിച്ചു, വിളക്ക് കത്തിച്ചു. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇതൊക്കെ തുടച്ച് നീറ്റ്. ഇനി രാത്രി ഭക്ഷണം പിന്നെ ചായയൊക്കെ വീഴുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഒരു തുണി വെച്ചിട്ട് അപ്പം തന്നെ ഇതൊക്കെ തുടച്ച് കഴിഞ്ഞിരുന്നാൽ ഈ അപ്പമുള്ള പണികൾ ഒഴിവാക്കാം. ഗ്യാസ് അട്ട പോലെ ഇരിക്കുന്നതൊക്കെ കേൾക്കാം. അല്ലാതെ ആഴ്ചയിൽ മാസത്തിലൊക്കെ തുടച്ച് കഴിയുമ്പോൾ ഈ ബർണറൊക്കെ ചീത്തയാവും, ട്രാക്ക് ചീത്തയാവും. അന്നന്ന് തുടക്കുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് വരും കേട്ടോ. അതൊന്ന് കൂടുതൽ പേരും തുണി കൊണ്ടായിരിക്കും പിടിക്കുന്നത്. കൂടുതൽ എനിക്ക് ഈ കൊടിൽ കൊണ്ടാണ് കംഫർട്ടബിൾ കേട്ടോ. അപ്പോൾ കൊടിലെപ്പോഴും നമ്മുടെ അപ്പം കഴുകി വെക്കണം. നിങ്ങൾ സോപ്പ് കൊണ്ട് കഴുകിയില്ലെങ്കിലും വെറുതെ വെള്ളത്തിലിട്ടെങ്കിൽ കഴുകി വെക്കണം. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ ഭക്ഷണ സാധനങ്ങളുടെ ഈ സൈഡിലൊക്കെ വന്നിരുന്നാൽ പാറ്റകളൊക്കെ കൂടാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെക്ട്സ് ഒന്നും കൂടുതൽ അടുക്കളയിൽ വരില്ല. എപ്പോഴും അടുക്കളയൊക്കെ നീറ്റാണ് ക്ലീനായിട്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലരും കാസറോളിൽ നമ്മൾ റൊട്ടി ഇങ്ങനെ വെക്കുമ്പോൾ റൊട്ടി തണുത്ത് പോകുന്നു എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ഫ്രഷ് റാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് മേടിച്ച് വെക്കും കേട്ടോ. ഈ ഫ്രഷ് റാപ്പ് ഒന്നിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് റൊട്ടി പൊതിഞ്ഞ് ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ റൊട്ടിക്ക് ഒരു കേടുമില്ലാതെ നനവൊന്നും ഇല്ലാതെ ഇരിക്കും കാസറോളിൽ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഹൽക്ക തുണി കിട്ടും. അതായത് റൊട്ടി പൊതിയുന്നത് നമ്മൾ പൊറോട്ടയൊക്കെ പൊതിയുക. അപ്പോൾ അത് ഇങ്ങനെ വച്ചിട്ട് അതിൻ്റെ മുകളിലോ റൊട്ടിയോ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ റൊട്ടി എപ്പോഴും നല്ല സുന്ദരമായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ അടുക്കളയുടെ തുണികൾ ഇവിടെ തന്നെ വിരിച്ചിടും അല്ലേ. അപ്പോൾ മഴയൊക്കെ വന്നാൽ ഉണക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ വിരിച്ചിടും. കഴിവതും വെയിലുള്ള സമയത്ത് ഇച്ചിരി വെയിൽ കൊണ്ടിട്ടാണ് ഇവിടെ തൂക്കിയിടുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ കൈ തുടക്കാനും ഒക്കെയാണ് തൂക്കിയിടുന്നുണ്ടെങ്കിൽ മച്ചി, അതായത് പാറ്റകൾ, കൊതുകുകൾ ഇങ്ങനെയൊന്നും വന്നിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴയുണ്ടെങ്കിൽ ഞാൻ കിടക്കിയുടെ ഗ്രില്ലുണ്ടല്ലോ അവിടെ കൊണ്ടുവന്നൊന്ന് വിരിച്ച് ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിടുള്ളൂ. അപ്പോൾ എന്താണെന്നറിയാമോ, ഇപ്പം നമ്മൾ മുഖം വൃത്തിയാക്കുന്നു, കൈ വൃത്തിയാക്കുന്നു, നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അങ്ങനെ വൃത്തിയാക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വലിയ രോഗത്തിൽ നിന്നും പാറ്റയിൽ നിന്നും, ഇതിപ്പോൾ നനഞ്ഞതാണ്, ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചപ്പോൾ നനയാണ്, ഇത് ഞാൻ ആ ജനൻ്റെ അവിടുത്തെ ഇതിൽ കൊണ്ടുവന്ന് ഉണക്കിയിട്ടേ കൊണ്ടുവന്നിടുള്ളൂ. അപ്പോൾ ഒരുപാട് രോഗങ്ങളൊക്കെ മാറിക്കിട്ടാം. അപ്പോൾ എല്ലാവരും ചെയ്യും എന്നെനിക്കറിയാം, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ വീഡിയോയുടെ കൂടെ ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കട്ടൻ ചായ ഇടുന്നു. മോൾക്കും കട്ടൻ ചായ വേണം, മോൾ ഇപ്പം തന്നെ പോവും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായി, ചോറായി, ടിഫിൻ കെട്ടാനൊക്കെ ടിഫിനും ചോറും കറികളും എല്ലാം വെച്ചു കേട്ടോ. പൂജ ചെയ്തു, മുറ്റം ഒടിച്ചു, രാവിലെ 5 മണിക്ക് എണീറ്റതാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത് ഡാർജിലിംഗ് ടീ ആണ് കേട്ടോ. ഇത് ഡാർജിലിംഗ് ടീ എന്ന് പറയുമ്പോൾ ഇത് ലാൽ ചായ്, അതായത് നമ്മുടെ ബ്ലാക്ക് ടീക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. നമ്മൾ കട്ടൻ ചായയൊക്കെ ഇടാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഒന്ന് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പണിയൊക്കെ ചെയ്തൊന്ന് വരുമ്പോൾ ഇട്ടൊക്കെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ വീഡിയോയിൽ ഊർജ്ജം പോകും കേട്ടോ. അപ്പോൾ മോൻ്റെ വീഡിയോയിൽ കൂടെ ഇതും കൂടെ ഒന്ന് ഞാൻ ചെയ്തതാണ്. ഒരു ഈ ടിപ്സൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്, ഇപ്പോൾ പുറത്ത് ചെയ്യുന്നവരും വൃത്തിയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അടുപ്പാണെങ്കിൽ നമ്മൾ അടുപ്പിൽ ചാരം വാരുന്നു, അത് തുടയ്ക്കുന്നു, അതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, അതുപോലെ ചിലവർ പറയും കേട്ടോ, ചീനച്ചട്ടിയൊന്നും വെളുക്കണില്ല. അപ്പോൾ എൻ്റെത് ഇത് 20 കൊല്ലമായിട്ടുള്ള ചീനച്ചട്ടി, ഇതിൻ്റെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. എൻ്റെ ബാക്കിലൊന്നും കരി പിടിക്കില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മൾ ഡെയിലി ഇത് ഉണ്ടാക്കുമ്പോൾ
നമ്മൾ ഡെയിലി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഡെയിലി നമ്മൾ മറ്റേ സ്റ്റീൽ സ്കോച്ച് വൈറ്റില്ലേ, അതെടുത്ത് വെച്ചിട്ട് ഡെയിലി ഉള്ള കരികൾ കളയുക. ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ ഈ ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ഈ കൊടായി 22 കൊല്ലമായ കൊടായിയാണ് കേട്ടോ. അതുപോലെ തന്നെ വലുതും എല്ലാം. എനിക്കിങ്ങനെ കരി പിടിക്കണമെന്നും വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പോൾ കരി ഉണ്ടെങ്കിൽ ഞാനിത് ഉരച്ചൊരച്ചൊക്കെ കളഞ്ഞ് എന്നിട്ടേ വെക്കുള്ളൂ കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഡെയിലി ഉള്ള കരികൾ ഡെയിലി നമ്മൾ മാറ്റുമ്പോൾ അത് അടുപ്പിലായിരുന്നാലും നമ്മൾ ഡെയിലി ചാരവും അടുപ്പിൽ വെക്കുന്നവർ ചാരവും ഒക്കെ വെച്ചിട്ട് നമ്മൾ കഴുകുമല്ലോ. അപ്പോൾ ഡെയിലി ഉള്ള കരികൾ ഡെയിലിയുള്ള കറുത്തത് മാറ്റി അങ്ങ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രയാസമില്ല. ഡെയിലി അങ്ങ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചീനച്ചട്ടിയുടെയും കലത്തിൻ്റെയും ബാക്കിലും കുക്കറിൻ്റെ ബാക്കിൽ പിറകെയൊക്കെ കരി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഡെയിലി ഉള്ളത് നമ്മൾ തുടച്ചൊടിച്ച് കഴിയുക. ഡെയിലി അങ്ങനെ കഴുകി കഴിയുമ്പോൾ നമുക്ക് കരി പിടിക്കില്ല. അല്ലാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. എടുത്തിട്ട് ഉരച്ചൊരച്ച് നമ്മുടെ കൈയൊക്കെ വേദന എടുക്കും കേട്ടോ. അപ്പോൾ കഴിവതും നമ്മൾ പണി കുറക്കാൻ നോക്കണം. അപ്പോൾ ഡെയിലി നമ്മൾ ഇതുപോലെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നമുക്ക് പുഷ്പം പോലെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്ത് ഇങ്ങനെ തുടക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചില്ല. അപ്പോൾ അടുപ്പിൽ വെക്കുന്നുള്ളവരാണെങ്കിൽ ഡെയിലി അത് ചീനച്ചട്ടിയുടെ ബാക്ക് ആദ്യം തൊട്ട് നമ്മൾ അത് ആദ്യം തൊട്ടേ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ കരി പിടിക്കൂല കേട്ടോ. കറിയെ വിട്ടു, ഇനി അടുത്ത ചേട്ടയെ വിടാൻ വേണ്ടി ഇരിക്കണം. ആ ടാറ്റ പറ, പോട്ടെ. പുറത്തു കൊണ്ട മഴ ചാറുന്നുണ്ട്, പിന്നെയും ചെളിയായിട്ട് വരാൻ നിൽക്കണ്ട. മമ്മി ഇതേ പൊന്നിനെ തുടച്ചൊക്കെ എടുത്തതാ, വേണ്ട. ടാറ്റാ. നമുക്ക് ഇതേ സിറ്റ് ഔട്ടിൽ നിന്ന് കാണാട്ടെ ചേട്ടനെ. ടാറ്റാ. ചാവി അങ്ങോട്ട് ആരും എത്താത്ത വിധത്തില്ല കേട്ടോ. പോയാ ചേട്ടൻ പോയാ. ഇനിയിപ്പോൾ ചേച്ചി ഇറങ്ങും, ചേച്ചിയെ വിടണം. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നും പറഞ്ഞുകൊണ്ടൊക്കെ മമ്മി ഇങ്ങനെ ഇറക്കണം. ചേട്ടൻ പോകുന്നുണ്ട്. ഗേറ്റ് തുറക്കാൻ പോകുന്ന ബൈക്ക് എടുത്തിട്ട് ചേട്ട പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി പണിയില്ലേ. പൊന്നിന് ഫുഡൊക്കെ തന്നു മമ്മിന്ന്, തുടച്ചൊക്കെ എടുത്ത് പൗഡറൊക്കെ ഇടണം. എല്ലാം എടുത്താച്ചോ, ചാവിയൊക്കെ സൂക്ഷിക്ക്. ഇതൊന്ന് ഇതാരെ നോക്കുന്നത് നീ? ഓ, അവിടുന്ന് ആൻറ്റി നോക്കുന്നല്ലേ, അതുകൊണ്ടാണ് നീ ആൻറ്റി ഇങ്ങനെ ഉളിഞ്ഞു വെക്കുന്നത്. ഉളിഞ്ഞു നോട്ടം കൂടുതലാണ് എൻ്റെ പെണ്ണിന്. ദേ ചേട്ട പോണ്, ടാറ്റ പറ. ദേ പോന്നു ചേട്ട. ടാറ്റ പറ, ടാറ്റ എന്ന്. എന്നിട്ട് നമുക്ക് പോവാം, വേറെ പണികളുണ്ട്, ഒത്തിരി പണികളുണ്ട്. ടാറ്റ പറ. ബൈ. വൈകുന്നേരം കാണാട്ടാ. ടാറ്റ. ബയോ. മഴ നനഞ്ഞ് കുതിർന്നൊക്കെ കിടക്കുന്നു. ഇനി അങ്ങ് പോകുന്ന വരെ നോക്കിയിരിക്കും, എന്നിട്ട് ഇനി അകത്തേക്ക് കയറുള്ളൂ. അവന് കാണാം വണ്ടിയിൽ പോകുന്നൊക്കെ റോഡിൽ. പാവം. പോയി ചേട്ടാ. ടാറ്റാ. ബാ പൊന്നു ബാ. ഫ്രണ്ട്സ്, അപ്പം മോളെയും വിട്ടു. ഇവന് ഞാൻ ചോറൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് തുടച്ചൊക്കെ എടുത്തു. പൗഡറൊക്കെ ഇട്ടിട്ട് സത്യമായിട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ നാസ്ത പോലും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. മണി 12 കേട്ടോ. എല്ലാവരെയും വിട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരം പിടിക്കും കേട്ടോ. അപ്പോൾ ഇവനെയും കൂടെ ഒന്ന് ഒരുക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇനി അവൻ എവിടെയെങ്കിലും കിടന്നോളും കേട്ടോ. അതിനാണേ അത് കിടന്നോളും. ഇന്നലെ ഉണ്ടല്ലോ, ഇവന് ഉറങ്ങിയിട്ടില്ല ഫ്രണ്ട്സ്. ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഇവന് 1 മണി വരെ ഇവൻ ആരും ഉറക്കിയിട്ടും ഇല്ല. ഈ ബോൺ വെച്ച് കളിച്ച് കിടന്നു കേട്ടോ. ഇതാണേ. അപ്പോൾ അവനൊന്ന് ഒരുക്കി ഫ്രഷാക്കി കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങിക്കൊള്ളും കേട്ടോ. എന്നിട്ട് വേണം എനിക്കിനി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. രാവിലെ എണീറ്റതാണ് ഈ കട്ടൻ ചായയിലൊക്കെ ഇന്ന് നിൽക്കുന്നത്. കട്ടൻ ചായയും ബിസ്ക്കറ്റും കേട്ടോ. ബിസ്ക്കറ്റ് കഴിക്കുക. എനിക്ക് ബിസ്ക്കറ്റ് റൂട്ടിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും
അതെങ്ങനെയാണ് ടിഫിൻ ഓരോരുത്തർക്ക് കിട്ടി, ഓരോരുത്തർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ദീപൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. തൂത്ത് തുടച്ചു, വിളക്ക് കത്തിച്ചു, എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മണി കുറേ ആയി. പിന്നെ ഇവൻ്റെ കാര്യം, ഇവൻ്റെ ടൈം പോവില്ലേ, അപ്പോൾ ഇവൻ്റെ ഭക്ഷണം കൊടുക്കലുമൊക്കെ അതങ്ങനെ ഇവന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂടെ ഞാൻ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇനി അലക്കാൻ തുണികൾ അവിടെ ഇട്ടേക്കുന്ന താഴത്തെ തുണികളൊക്കെ എടുത്തുകൊണ്ട് വരണം. ഇനിയുള്ള പണികൾ അതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. വിശന്ന് കോട്ടയിൽ കത്തുന്നു എനിക്ക്. എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ട് ഒരു ലിക്വിഡായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം. പിന്നെ ഒരു 2:30 മണിയാകുമ്പോഴൊക്കെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അല്ലാതെയൊന്നും എനിക്ക് വിശപ്പ് വരില്ല. അപ്പോൾ മഴ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബായ് ഫ്രണ്ട്സ്. അപ്പം മോളെയും വിട്ടു, ഇവന് ഞാൻ ചോറൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് തുടച്ചൊക്കെ എടുത്തു. പൗഡറൊക്കെ ഇട്ടിട്ട് സത്യമായിട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ നാസ്ത പോലും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. മണി 12 കേട്ടോ. എല്ലാവരെയും വിട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരം പിടിക്കും കേട്ടോ. അപ്പോൾ ഇവനെയും കൂടെ ഒന്ന് ഒരുക്കി പിടിച്ച് കിടന്നാൽ ഇനി അവൻ എവിടെയെങ്കിലും കിടന്നോളും കേട്ടോ. അതിനാണേ അത് കിടന്നോളും. ഇന്നലെ ഉണ്ടല്ലോ ഇവന് ഉറങ്ങിയിട്ടില്ല ഫ്രണ്ട്സ്. ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഇവന് 1 മണി വരെ ഇവൻ ആരും ഉറക്കിയിട്ടും ഇല്ല. ഈ ബോൺ വെച്ച് കളിച്ച് കിടന്നു കേട്ടോ. ഇതാണേ. അപ്പോൾ അവനൊന്ന് ഒരുക്കി ഫ്രഷാക്കി കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങിക്കൊള്ളും കേട്ടോ. എന്നിട്ട് വേണം എനിക്കിനി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. രാവിലെ എണീറ്റതാണ് ഈ കട്ടൻ ചായയിലൊക്കെ ഇന്ന് നിൽക്കുന്നത്. കട്ടൻ ചായയും ബിസ്ക്കറ്റും കേട്ടോ. ബിസ്ക്കറ്റ് കഴിക്കുക. എനിക്ക് ബിസ്ക്കറ്റ് റൂട്ടിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും അതെങ്ങനെയാണ് ടിഫിൻ ഓരോരുത്തർക്ക് കിട്ടി, ഓരോരുത്തർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ദീപൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. തൂത്ത് തുടച്ചു, വിളക്ക് കത്തിച്ചു, എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മണി കുറേ ആയി. പിന്നെ ഇവൻ്റെ കാര്യം, ഇവൻ്റെ ടൈം പോവില്ലേ, അപ്പോൾ ഇവൻ്റെ ഭക്ഷണം കൊടുക്കലുമൊക്കെ അതങ്ങനെ ഇവന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂടെ ഞാൻ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇനി അലക്കാൻ തുണികൾ അവിടെ ഇട്ടേക്കുന്ന താഴത്തെ തുണികളൊക്കെ എടുത്തുകൊണ്ട് വരണം. ഇനിയുള്ള പണികൾ അതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. വിശന്ന് കോട്ടയിൽ കത്തുന്നു എനിക്ക്. എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ട് ഒരു ലിക്വിഡായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം. പിന്നെ ഒരു 2:30 മണിയാകുമ്പോഴൊക്കെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അല്ലാതെയൊന്നും എനിക്ക് വിശപ്പ് വരില്ല. അപ്പോൾ മഴ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബായ്.